ഇന്ദിരന്റെ രണ്ടാം ഭാഗം ഇറക്കി നശിപ്പിച്ച ശങ്കർ അണ്ണൻ ഇനി ഏത് സിനിമയുടെ രണ്ടാം ഭാഗം ഇറക്കി നശിപ്പിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അണ്ണൻ പണ്ട് പടച്ചു വിട്ട ഇന്ദിരൊന്നും കൂടെ കാണുന്നത്. എന്നാൽ പിന്നെ വെച്ച് താമസിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് അണ്ണൻ അതിനെ എഴുതി നശിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ എഴുതി നാശമാക്കിയിട്ട് അണ്ണൻ ആ പടം അങ്ങ് ഇറക്കി. നല്ല കൂതറ ടൈറ്റിൽ ഇതിന്റെ ആനിമേഷനും പരിപാടിയും കാണായിരുന്നു. അപ്പൊ സിനിമയിലേക്ക് വരാം. അറിയാലോ, ശങ്കർ പടമാവുമ്പോൾ അഴിമതിയും ലഞ്ചവും. ഇവർ 4 പേരും അവരുടെ അച്ഛനെയും അമ്മേനെയും വിജിലൻസിന് ഇട്ടുകൊടുത്ത് നാറ്റിച്ച സന്തോഷത്തിൽ താത്ത അവരെ തിയേറ്റർ വിസിറ്റ് നടത്താമെന്ന് പറയും. അങ്ങനെ താത്തയെ കാണാൻ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ഈ 4 പേരും. സ്വന്തം തന്തയും തള്ളയും ജയിലിലായി നാറിയാലും എന്താ, താത്തയെ കാണാമല്ലോ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അപ്പോഴാണ് ചിത്ര പറവിന്ദൻ അറിയുന്നത് അവന്റെ അമ്മ അപമാനം താങ്ങാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു എന്ന്. എന്നിട്ട് ഇവർ എല്ലാരും കൂടി ചേർന്ന് വീണ്ടും ഒരു ഹാഷ്ടാഗ് ട്രെൻഡിങ്ങിൽ കയറ്റും, ഗോ ബാക്ക് ഇന്ത്യൻ എന്ന്. ഇട്ട് മിനിറ്റുകൾക്കകം അതും വൈറലാവും. ഇന്ത്യ മൊത്തം ഇരുന്ന് കാര്യം അറിയാതെ ഗോ ബാക്ക് ഇന്ത്യൻ എന്ന് ഹാഷ്ടാഗ് അടിച്ച് കളിക്കും. മനുഷ്യനായി കഴിഞ്ഞാൽ ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, വിളിക്കുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു മാന്യത വേണോടാ. പാതിരാത്രി വിളിച്ചുണർത്തിയിട്ട് ആരാധകൻ നീയൊക്കെ എന്താ കളിക്കുന്നതാ മൈരെ, കളിപ്പിള്ളയാളാ നിന്റെയൊക്കെ ആരാധന മൈര്. ചിത്ര അരവിന്ദൻ എന്ത് ഹാഷ്ടാഗ് ഇടുന്നോ ജനങ്ങൾ കാര്യങ്ങൾ എന്താണെന്ന് പോലും അന്വേഷിക്കാതെ അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് അതിനെ ട്രെൻഡിങ് ആക്കും. നീയൊക്കെ കണ്ട വെളിവില്ലാത്ത കിളവന്റെ വാക്കും കേട്ടിട്ട് വീട്ടുകാരെ ഒറ്റിക്കൊടുത്ത് പോഴത്തരം കാണിച്ചതിന് അങ്ങേരെന്ത് പിഴച്ചടാ. അപ്പോഴേക്കും ബോബിക്കുട്ടൻ വന്ന് താത്തയെ തൂക്കാൻ നിൽക്കുമ്പോൾ താത്ത അവിടെ ധൂമച്ചാലി കളിച്ചോണ്ട് പോവും. എന്നിട്ട് താത്തയുടെ ഡ്യൂപ്പിന്റെ പോരാട്ടമാണ്. ചെവി കേട്ടൂടാ പോസ്റ്റേ. അമ്മേ, ഇത്ര അടുത്തെത്തിയ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിയടാ.